മന്ത്രിമാരെ കസേരയിലേറ്റാൻ കാരണമായ കേസ്. അത്രയും നാൾ കോൺഗ്രസിൽ വിശ്വാസമുറപ്പിച്ചിരുന്ന ജനങ്ങൾ മാറി ചിന്തിക്കുവാനും മാറ്റിക്കുത്തുവാനും കാരണമായ കേസ്. കോമൺവെൽത്ത് ഗെയിംസ് കള്ളപ്പണ കേസ്. ഖോദി മീഡിയ ഒരുപക്ഷെ ഈ കേസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ മുക്കിക്കളയാൻ നോക്കുമായിരിക്കും. കഴിഞ്ഞ 13 കൊല്ലമായിട്ട് കോൺഗ്രസിനെ വേട്ടയാടുന്ന ഈ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി വരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കറുത്ത അധ്യായം ആരംഭിക്കുന്നത് ഈ കേസ് മുതലാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടത്തുവാനായി ജനങ്ങളിൽ നിന്നും അന്നത്തെ കേന്ദ്ര കായിക മന്ത്രി സുരേഷ് കൽമാഡിയുടെ നേതൃത്വത്തിൽ ഉപ്പിനും കർപ്പൂരത്തിനും വരെ നികുതി കൂട്ടിയതാണ് തിരിച്ചടിക്ക് കാരണമായത്. ഇതായിരുന്നു ആ കേസ്. കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് 2 വലിയ കരാറുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു വൻ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായി എന്നായിരുന്നു ആരോപണം. CBI രജിസ്റ്റർ ചെയ്ത അഴിമതി കേസ് 2014 അവസാനിപ്പിച്ചിരുന്നതാണ്. CBIയുടെ കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ED ആ കേസ് രജിസ്റ്റർ ചെയ്തത്. കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണം അന്നത്തെ UPA സർക്കാരിനെതിരെ BJP ആയുധമാക്കിയിരുന്നു. അതായിരുന്നു ഈ രാജ്യത്തിന്റെ ശനിദശയുടെ തുടക്കം. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് BJP അധികാരത്തിലെത്തി. ഇതേ BJPയുടെ ഉറ്റ തോഴരായ EDക്കായിരുന്നു ഈ കേസിൽ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല എന്ന റിപ്പോർട്ട് തലതാഴ്ത്തി കൊടുക്കേണ്ടി വന്നത്. അന്വേഷണത്തിനിടെ PMLAയുടെ സെക്ഷൻ 3 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം കണ്ടെത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. EDയുടെ വിവേകപൂർണമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടും PMLAയുടെ സെക്ഷൻ 3 പ്രകാരമുള്ള കുറ്റകൃത്യവും തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിലവിലെ ECIR തുടരുവാൻ കാരണവുമില്ല. തൽഫലമായി കേസ് അവസാനിപ്പിക്കുന്നു എന്നാണ് ഡൽഹി കോടതി ഉത്തരവിട്ടത്. 13 വർഷം പഴക്കമുള്ള ഒരു കേസ് അവസാനിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസിന് ആശ്വാസവും ഒപ്പം BJPക്ക് അന്താളിപ്പും ഉണ്ടാവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന് കാരണമായ ഈ അഴിമതി കേസ് CBI ഇതിനകം തന്നെ അവസാനിപ്പിച്ചായി പ്രത്യേക ജഡ്ജി സഞ്ജീവ് അഗർവാൾ നിരീക്ഷിച്ചിരുന്നു. DWG സംഘാടക സമിതിയുടെ അന്നത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വിജയ് കുമാർ ഗൗതം, സ്വിറ്റ്സർലാൻഡിലെ ഇവന്റ് നോളജ് സർവീസ് മുൻ ട്രഷറർ AK മാറ്റോ, അതിന്റെ CEO ക്രെയ്ഗ് ഗോർഡ് മക്ലാച്ചി എന്നിവരെ പരാമർശിക്കുന്ന EDയുടെ ക്ലോഷർ റിപ്പോർട്ട് അംഗീകരിക്കുകയായിരുന്നു കോടതി. CBI ഫയൽ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ED ആയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം ആരംഭിച്ചത്. CBIയുടെ കണക്കനുസരിച്ച് കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട പ്രവൃത്തി കരാറുകൾ ഗെയിംസ് വർക്ക് ഫോഴ്സ് സർവീസ്, ഗെയിം പ്ലാനിംഗ്, പ്രൊജക്ട് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് സർവീസ് എന്നിവയായിരുന്നു. മനഃപൂർവ്വം തെറ്റായതുമായ രീതിയിൽ 2 കരാറുകളും നൽകിയതിലൂടെ കുറ്റാരോപിതരായ വ്യക്തികൾ ഈ കേസിന്റെയും ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെയും കൺസോർഷ്യത്തിന് അനാവശ്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും CWGക്ക് 30 കോടി രൂപയുടെ നഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു എന്നാണ് CBI ആരോപിച്ചത്. ഈ വിഷയത്തിൽ അന്വേഷണത്തിനിടെ കുറ്റകരമായ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല എന്നും FIRലെ ആരോപണങ്ങൾ പ്രതികൾക്കെതിരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു CBI പിന്നീട് 2014 ജനുവരിയിൽ ആ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത്. 13 കൊല്ലങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പോരാട്ടത്തിന് ഇതോടെ തിരശ്ശീല വീണിരിക്കുകയാണ്.